ഹരേ കൃഷ്ണ. നാരായണീയം എന്താണ്? നാരായണീയ മഹാത്മ്യം എന്താണ്? അതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നാരായണീയം എന്നത് നമ്മുടെ ഭാഗവത മഹാഗ്രന്ഥത്തിൻ്റെ സംഗ്രഹീത രൂപമാണ്. ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ ഒരു കാവ്യമാണ് നാരായണീയം. നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ സൃഷ്ടാവെന്നത്. എന്നാൽ ഈ നാരായണീയത്തിൻ്റെ ഉത്ഭവ കഥ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി അദ്ദേഹത്തിന് പക്ഷാപാതം പിടിപെട്ട് കിടപ്പിലായി. അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ കഠിന വേദന കാണുവാൻ കഴിയാതെ തൻ്റെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി ആ വാതരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ ആ മഹാകഷ്ടതയെ അകറ്റിക്കൊടുത്തു. പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്കായി ഒരു ഉപായം അന്വേഷിച്ച് ഒരാളിനെ, അതായത് സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹമോ വന്ന ആളിനോട് എങ്ങനെയാ പറഞ്ഞത്? മീൻ തൊട്ട് കൂട്ടുവാൻ എന്ന് ഉപദേശിച്ചു വിട്ടു. ബുദ്ധിമാനായ മേൽപ്പത്തൂർ ഇത് കേട്ടിട്ട് അതിൻ്റെ സാരം മനസ്സിലാക്കി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി മത്സ്യ അവതാരം മുതലുള്ള ഭഗവാന്റെ ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിൻ്റെ രചന ആരംഭിച്ചു. 14,000 ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ ആ ഒരു സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ 1034 ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഭട്ടതിരിപ്പാടിൻ്റെ 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് രചിച്ചത്. ഏതാണ്ട് 100 ദശകങ്ങളായി 100 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതി തീർത്തത്. ഓരോ ദിവസം ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. 100ാം ദിവസം അദ്ദേഹം രോഗവിമുക്തനാകുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പ്രസിദ്ധമായ കേശാദിപാദ വർണ്ണന 100ാം ദശകത്തിലാണുള്ളത്. നാരായണീയ സ്തോത്രം ഒരു ദിവ്യ ഔഷധത്തിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത്. നാരായണീയ നിത്യപാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ നീങ്ങുവാനായി സഹായിക്കുന്നു. ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിപ്പാടിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിമാർഗം നാരായണത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. നാരായണീയ പാരായണം ഭക്തവത്സലനും മുക്തിദായകനുമായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകുന്നു. ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ ഒരു കാണിക്കയാണ് നാരായണീയം. നമ്മുടെ ഉള്ള ചൈതന്യം കൂട്ടാൻ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ ഹൃദയം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. വേണ്ടാത്ത ദുഷ്ടചിന്തകളെ എല്ലാം തൂത്തുവാരിക്കളയുക. പായലു പിടിച്ച ഭിത്തിയിൽ പുതിയൊരു പെയിന്റ് അടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ശാന്തമായ വർണ്ണങ്ങൾ നൽകുക. ദേഷ്യം, അഹങ്കാരം, അത്യാർത്തി, അപകർഷത, നിരാശ, ദുഷ്ടചിന്ത ഇതെല്ലാം നിറഞ്ഞ മനസ്സുകളിൽ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തിന് നിലനിൽപ്പില്ല. അത് നശിച്ചു പോകുകയുള്ളൂ. ശാന്തമായ സ്വച്ഛമായ ഒരു സച്ചിന്തയുള്ള സദാ ഈശ്വരചിന്തയുള്ള മനസ്സിൽ ഭഗവാൻ സ്വയം കളിപ്പന്തലിട്ട് വിളയാടുമെന്നാണ്. ആഗ്രഹങ്ങൾ ബാക്കി നിന്നാൽ നമ്മുടെ ജന്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈശ്വരചിന്തയിൽ മുഴുകി പ്രാർത്ഥനയോടെ ഏതൊരു മനുഷ്യ ജന്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യമായ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ സായുജ്യമടയുക. ഓം നമോ ഭഗവതേ വാസുദേവായ.